What are the different methods for concentration of ores? Explain with examples. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽസ് ചാപ്റ്ററിലെ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന ടോപ്പിക്കാണ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓറിൽ മണ്ണും ചെളിയും പോലുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും. ഇതിനെയാണ് ഗാങ് എന്ന് വിളിക്കുന്നത്. ഈ ഗാങ് റിമൂവ് ചെയ്ത് ഓറിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ. ഓറിന്റെയും ഗാങ്ങിന്റെയും സ്വഭാവമനുസരിച്ച് 4 മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ്. ഓറിന് ഡെൻസിറ്റി കൂടുതലും ഗാങ്ങിന് ഡെൻസിറ്റി കുറവുമാണെങ്കിലാണ് ഇതുപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ പ്രഷറിൽ ഗാങ് ഒഴുകിപ്പോവുകയും ഹെവിയായ ഓർ താഴെ നിൽക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഓക്സൈഡ് ഓർസാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇത് ലെവിഗേഷന് നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഓറിന് ഡെൻസിറ്റി കുറവായിരിക്കണം. ഇവിടെ നമ്മൾ പൈൻ ഓയിൽ ഉപയോഗിച്ച് പതയുണ്ടാക്കുന്നു. ഭാരം കുറഞ്ഞ ഓർ ഈ പതയിൽ ഒട്ടിപ്പിടിച്ച് മുകളിൽ വരുന്നു. സൾഫൈഡ് ഓർസ്, ഉദാഹരണത്തിന് കോപ്പർ പൈറൈറ്റീസ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓറിനോ അല്ലെങ്കിൽ ഗാങ്ങിനോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇതുപയോഗിക്കാം. മാഗ്നറ്റിക് അയണുള്ള മാഗ്നറ്റൈറ്റ് എന്ന ഓറിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടിൻസ്റ്റോൺ എന്ന ഓറിലെ മാഗ്നറ്റിക് ഇംപ്യൂരിറ്റീസിനെ മാറ്റാനും ഇതുപയോഗിക്കുന്നു. അവസാനത്തെ മെത്തേഡാണ് ലീച്ചിങ്. ഇതൊരു കെമിക്കൽ മെത്തേഡാണ്. ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഓറിനെ മാത്രം അലിയിച്ചു കളയുന്നു. ഗാങ് അലിയാതെ നിൽക്കുന്നതുകൊണ്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാം. അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീച്ചിങ് വഴിയാണ്. അപ്പോൾ ഈ 4 മെത്തേഡ്സും ഓർത്തുവെക്കുക: ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഏത് വീഡിയോ ആണ് വേണ്ടത്? സജഷൻസ് താഴെ കമന്റ് ചെയ്യുക.